ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഇരമ്യാ പ്രവചനം 37 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. കർത്താവിന് സൗഖ്യമാക്കുവാൻ ഒരു വേദി ആവശ്യമില്ല. താൻ എവിടെയായിരുന്നാലും അനേകർ യേശുവിനെ പിൻപറ്റാറുണ്ട്. ഇവിടെ ആരോടും തുറന്നു പറയുവാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടവും അസുഖവുമായിരുന്നു ഈ സ്ത്രീയുടേത്. യേശു രക്തസ്രാവക്കാരിക്ക് സൗഖ്യം നൽകുന്നതിലൂടെ രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ 2 സംഭവങ്ങൾ, അതായത് 2 അത്ഭുതങ്ങൾ ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. അവിടെ ഒരാൾക്ക് 12 വയസ്സ്, മറ്റേയാൾ 12 വർഷമായി രോഗിയും. ആർത്തവം ആരംഭിക്കുവാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയെയും ആർത്തവ ചക്രം തെറ്റി അതൊരു രോഗമായി തീർന്ന ഒരു സ്ത്രീയെയും യേശു അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. രക്തസ്രാവക്കാരിയുടെ രോഗം ശരീരം ക്ഷീണിപ്പിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ മടിക്കുന്നതും തികച്ചും വ്യക്തിപരവുമാണ്. ഈ രോഗസൗഖ്യത്തിലൂടെ സ്ത്രീകളുടെ ഉൽപാദക ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന ശാരീരിക അവസ്ഥ ഒരിക്കലും അശുദ്ധിയല്ല എന്നും, മറിച്ച് സമാധാനത്തോടെ അഭിമാനത്തോടെ ജീവിക്കുവാൻ ഓരോ സ്ത്രീകൾക്കും ദൈവം നൽകിയ അനുഗ്രഹമാണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. പേര് പറയപ്പെടാത്ത ഈ വ്യക്തി കടന്നുപോയ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, അശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് തളയ്ക്കപ്പെട്ട വ്യക്തി. പുതിയൊരു ജീവനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഗർഭപാത്ര സംബന്ധമായ ഒരു രോഗമായിരുന്നു അവളുടേത്. പുരാതന കാലത്തുള്ളവർ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഇത്തരം രോഗങ്ങളെ അശുദ്ധമായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ നീണ്ട 12 വർഷക്കാലം മറ്റുള്ളവരുടെ കണ്ണിൽ അശുദ്ധമായിരുന്ന ഒരു സ്ത്രീയുടെ മാനസിക സംഘർഷങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൽ പുരുഷനും സ്ത്രീക്കും ഉണ്ടാകാവുന്ന അശുദ്ധ അവസ്ഥയും അതിനുള്ള പരിഹാരത്തെയും കുറിച്ച് നിർദ്ദേശിക്കുന്നു. അവിടെ പറയുന്നത്, ഇത്തരത്തിൽ അശുദ്ധയായ ഒരു സ്ത്രീ തൊടുന്നതെല്ലാം അശുദ്ധമാണ്. അവളുടെ കിടക്ക, വസ്ത്രം, പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം അശുദ്ധമാണ് എന്ന്. ഇങ്ങനെയുള്ളവരെ സ്പർശിക്കുന്ന മറ്റു മനുഷ്യരും അശുദ്ധരാകും. മത ആചാരപ്രകാരമുള്ള പെരുന്നാളുകളിലോ ആഘോഷങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും പങ്കെടുക്കുവാൻ ഇത്തരക്കാർക്ക് സാധ്യമല്ല. ഇവർക്ക് വിവാഹം കഴിക്കുവാനും സാധ്യമല്ല. ഒരുതരം മാനസിക വിഭ്രാന്തി ഇതിലൂടെ ഇവർക്ക് ഉണ്ടാകുവാനും ഇടയാകും. ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ബലഹീനതയെയോ രോഗത്തെയോ ചൂഷണത്തിന് വിധേയമാക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ ഈ സ്ത്രീക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാകേണ്ടി വരുന്ന സാഹചര്യമാണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട്, അതിക്രമക്കാരിക്ക് അഭിമാനം നൽകുന്ന യേശു. സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് മുന്നിൽ അവൾ ഒരു അതിക്രമക്കാരി ആകുന്നു. കാരണം സമൂഹത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന അവൾ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. അശുദ്ധയായ സ്ത്രീ നിയമത്തെ മറികടന്ന് തന്നെ സ്പർശിക്കുവാൻ യേശു കർത്താവ് അനുവദിക്കുന്നു. അതിലൂടെ യേശുവിൽ നിന്ന് ശക്തി പ്രവഹിക്കുന്നതിലൂടെ യേശു കർത്താവിൻ്റെ ശക്തിക്ക് ഒരിക്കലും കുറവ് വരുന്നില്ല. മാത്രമല്ല, അശുദ്ധ യേശു കർത്താവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനാകുന്നതും ഇല്ല. അവളുടെ രോഗബന്ധനം ഇതിലൂടെ മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിയായ ദൈവിക ദർശനം. അങ്ങനെ സൗഖ്യം ലഭിച്ചവളെ സമാധാനിപ്പിച്ച് അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ച് യേശു അവളെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ആചാര അനുഷ്ഠാനങ്ങളുടെ നിയമങ്ങളെക്കാൾ സുവിശേഷത്തിലൂടെയുള്ള മനുഷ്യന്റെ സമ്പൂർണതയാണ് യേശു കർത്താവിന് പ്രധാനമായിട്ട് ഉള്ളത്. അവളെ സമ്പൂർണതയിലേക്ക് നയിക്കുന്നതോടൊപ്പം സമൂഹത്തിന് മുന്നിലേക്ക് നിവർന്നു നിൽക്കുവാനുള്ള ഒരു ഇടം നൽകിക്കൊടുക്കുകയാണ് യേശു കർത്താവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമുക്കും സാധിക്കണം.
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മറ്റുള്ളവരെ വേദനയുടെ ആഴങ്ങളിലേക്ക് തള്ളിക്കളയുവാനല്ല, ഏവരെയും ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.